ദേവി ഭദ്രകാളിക്ക് വസൂരി ഉണ്ടായ കഥ അറിയാമോ? ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ശ്രീ ഭദ്രകാളി ദാരികനെ യുദ്ധത്തിൽ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതീവ ദുഃഖിതയായ ദാരിക പത്നി മനോദരി കൈലാസ് സമീപത്ത് പോയി പരമശിവനെ തപസ്സു ചെയ്യുകയും ശ്രീ പാർവതിയുടെ നിർബന്ധപ്രകാരം ശിവൻ മനോദരിക്ക് മുമ്പിൽ പ്രത്യക്ഷരാവുകയും ചെയ്തു. മനോദരി വരമായി ആവശ്യപ്പെട്ടത് വസൂരി വിത്തുകൾ ആയിരുന്നു. തുടർന്ന് ശിവൻ തന്റെ വിയർപ്പ് തുള്ളികൾ മനോദരിക്ക് നൽകി അപ്രത്യക്ഷമായി. ഭദ്രകാളി തന്റെ ഭർത്താവിന്റെ ഛേദിച്ച ശിരസ് കൈയിലേന്തി ശിവഗണങ്ങളോടൊപ്പം വിജയഭേരി മുഴക്കി വരുന്നതാണ് മനോദരി കണ്ടത്. ഈ കാഴ്ച കണ്ട മനോദരിക്ക് കോപം ഇരട്ടിക്കുകയും കയ്യിലുണ്ടായിരുന്ന വിയർപ്പ് തുള്ളികൾ ഭഗവതിയുടെ മേൽ തളിക്കുകയും ചെയ്തു. ഭദ്രകാളിയുടെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ പതിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വസൂരി പൊങ്ങുകയും ക്ഷീണിച്ചവശയാവുകയും ചെയ്തു. ഇതറിഞ്ഞ് കോപിതനായ ശിവന്റെ കണ്ഠത്തിൽ പിറവിയെടുത്ത് ചെവിയിലൂടെ പുറത്തുവന്ന കണ്ഠാകർണനെ ഭദ്രകാളിയുടെ വസൂരി മാറ്റാനായി നിയോഗിക്കുകയും ചെയ്തു. കണ്ഠാകർണൻ ഭദ്രകാളിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെയുള്ള വസൂരിഗുരുക്കൾ നക്കിത്തുടച്ചില്ലാതാക്കി. എന്നാൽ മുഖത്തെ വസൂരിക്കലകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച കണ്ഠാകർണനെ സഹോദരസ്ഥാനീയൻ ആയതിനാൽ മുഖത്തോട് മുഖം ചേർക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഭദ്രകാളി തടഞ്ഞു. തുടർന്ന് കണ്ഠാകർണൻ ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം മനോദരിയെ അവരുടെ മുന്നിൽ എത്തിക്കുകയും കോപാകുലയായ ഭദ്രകാളി അവരുടെ കണ്ണും ചെവിയും കാലുകളും വെട്ടിമാറ്റി ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുതെന്ന് ശാസിച്ചു. പിന്നീട് തന്റെ തെറ്റുകളേറ്റു പറഞ്ഞ മനോദരിയോട് അലിവു തോന്നിയ പരാശക്തി അവർക്ക് വസൂരിമായ എന്ന പേര് നൽകി സന്തത സഹചാരിയായി കൂടെ വാഴിക്കുകയും ചെയ്തു. വസൂരിമാല ബാധിക്കുന്നതുകൊണ്ടാണ് വസൂരിരോഗം ഉണ്ടാകുന്നത് എന്നായിരുന്നു പണ്ടുകാലത്തെ ചില ആളുകളുടെ സങ്കല്പം. പകർച്ചവ്യാധി ബാധിച്ച രോഗികളെ സുഖപ്പെടുത്താൻ കണ്ഠാകർണനെയും വസൂരിമാലയെയും രോഗിയുടെ സമീപത്തേക്ക് ഭഗവതി അയക്കുമെന്നാണ് വിശ്വാസം.